ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ ഇതുപോലെ ഒരു സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന ഈ മഹത്തായ സംരംഭത്തിലേക്ക് കടന്നു വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ കയറണം. അപ്പോൾ കയറണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ കമ്പനീൻ്റെ ആപ്പിലൂടെ കയറണം, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ടിലൂടെ കമ്പനീൻ്റെ സൈറ്റിൽ കയറാം. അപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ ആപ്പിൽ പല അപ്ഡേഷനുകളും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ തൽക്കാലം നമ്മുടെ ആപ്പ് നിർത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈറിച്ചിൽ പുതുതായി എൻട്രി അടിച്ച് വന്ന ഒരു വ്യക്തി നമ്മുടെ കമ്പനീൻ്റെ ആപ്പ് ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ നമുക്കൊരു ഷോർട്ട് കട്ട് മുഖേന നമ്മുടെ കമ്പനീൻ്റെ സൈറ്റിൽ നമുക്ക് കയറാൻ കഴിയും. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഹൈറിച്ച് എന്നടിച്ചു കൊടുക്കുക. HIGHRICH hirichh.net എന്നടിച്ചു കൊടുക്കുക. hirichh.net ഇപ്പോൾ കാണാൻ പറ്റും. hirichh.net അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഹൈറിച്ച് വന്നത് കാണാം. അവിടെ hirichh.net ലോഗിൻ കണ്ടോ? ലോഗിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടാവും. നമ്മളെ മൊബൈലിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. ഉണ്ടോ? ഇവിടെ കണ്ടില്ലേ? വലതു ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ അവിടെ ഉണ്ടാവും ആഡ് ടു ഹോം സ്ക്രീൻ. നിങ്ങൾ കണ്ട ഈ സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങൾ കാണാം. അവിടെ കാണാൻ പറ്റും ആഡ് ടു ഹോം സ്ക്രീൻ. കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ആഡ് എന്ന് ഈ ആഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ വീണ്ടും ഒരു ആഡ് എന്ന് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തേ ഉള്ളൂ? ഇനി നമ്മൾ മൊബൈൽ ബാക്കടിച്ചിട്ട് നമുക്ക് പോയി നോക്കാം. നമ്മൾ മൊബൈലിൽ ബാക്കടിച്ചിട്ട് പോയി നോക്കാം. അപ്പോൾ മൊബൈൽ ബാക്കടിച്ച് പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ കണ്ടോ? ഇവിടെ ഒരു എംബ്ലം വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഒരു എംബ്ലം വന്ന് കണ്ടോ? നിങ്ങളവിടെ കണ്ടോ? ഇതാണ് എംബ്ലം. കണ്ടോ? ഒരു എംബ്ലം കണ്ടില്ലേ? ഹൈറിച്ച് എന്ന്. അതുപോലെ നമ്മൾ കാർട്ടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ. ഇവിടെ ഇനി നമ്മൾ എപ്പോഴും എന്ത് വേണ്ട? ഈ ഹൈറിച്ചിൻ്റെ സൈറ്റിൽ കയറാം. അല്ലെങ്കിൽ നമ്മളെ സൈറ്റിൽ കയറുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. നമ്മളെപ്പോഴും ഈ കിട്ടിയ ഷോർട്ട് കട്ട് ഉണ്ടല്ലേ? ഈ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ ഒരാളെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരാളെ സൈറ്റിൽ കയറാൻ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് കയറുന്നത് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആഷിഖ് എന്ന് പറഞ്ഞൊരാളുണ്ട്. മലപ്പുറം സ്വദേശി ആഷിഖ്. ഈ ആഷിഖിൻ്റെ സൈറ്റിൽ ഞാനിപ്പോൾ കയറാൻ പോകണം. ഞാൻ അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡി കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡി കൊടുക്കേണ്ടത് HR എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. HR എന്ന് പറഞ്ഞാൽ ഹൈറിച്ചിൻ്റെ ഷോർട്ടാണ് HR. ആഷിഖ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ 2 അക്ഷരം AS. അപ്പോൾ HR AS എന്ന് കൊടുത്തു. എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുക. HR എന്നുണ്ടാവും. അത് HR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹൈറിച്ചിൻ്റെ ഷോർട്ടാണ്. പിന്നെ ഒരാളെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം. അതല്ലെങ്കിൽ അദ്ദേഹം ആദ്യം ഇനീഷ്യൽ കൊടുത്ത വ്യക്തിയാണെങ്കിൽ ആ ഇനീഷ്യലും ഉണ്ടാവും. കേട്ടോ? ഓക്കെ. അപ്പോൾ HR AS എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കഞ്ഞ് ID നമ്പർ 9,10,008 കേട്ടോ? 9,10,008 ആഷിഖിൻ്റെ യൂസർ ഐ ഡിയാണത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. കേട്ടോ? നമുക്ക് പാസ്വേഡ് ഓൾറെഡി കമ്പനിയിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് കിട്ടിയിരിക്കും. അത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് മാറ്റണമെങ്കിൽ മാറ്റാനും ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു പാസ്വേഡ്
ഉണ്ട്. അത് ആഷിക്ക് എന്ത് ചെയ്യുന്നു, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആഷിക്കിൻ്റെ ഇപ്പോഴത്തെ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഞാൻ ചെയ്യുന്നത് കണ്ടോ. അത് ആഷിക്ക് എനിക്ക് അയച്ചു തന്നൊരു ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആഷിക്കിൻ്റെ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആഷിക്കിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഇനി ഇവിടെ ലോഗിൻ ചെയ്യാം. ലോഗിൻ കണ്ടോ. അപ്പോൾ പാസ്വേഡ് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് ശരിക്കും കറക്റ്റായി അടിച്ചു നോക്കാം. അപ്പോൾ യൂസർ ഐ ഡി വേണം. നമ്മൾ പറഞ്ഞു HRAS 9,10,008. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. കണ്ടോ. ഇപ്പോൾ ആഷിക്കിൻ്റെ എന്തായി, സൈറ്റിൽ കയറി നമ്മൾ ആഷിക്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ആഷിക്കിൻ്റെ ഇതാ നിങ്ങൾ കണ്ടോണ്ടില്ലേ, വെൽക്കം ആഷിഖ് അഹമ്മദ് ടു ഹൈ റിച്ച് കണ്ടോ. ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റണം. ആഷിഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ സ്പോൺസറാണ്, ആരാണ്, അപ്ലൈൻ ആരാണെന്നൊക്കെ ഇവിടെ കാണാം. കണ്ടില്ലേ, എന്നാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്, അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തതൊക്കെ ഇവിടെ കാണാം. ആക്ടിവേഷൻ ചെയ്ത ഡേറ്റ്, ആക്ടിവേഷൻ ചെയ്താൽ ഇതേപോലെ ഒരാളെ കാർട്ട് പച്ച കത്തും, പച്ച കളറായിക്കാറും കേട്ടോ, ആക്ടിവേഷൻ ചെയ്ത ഒരാളെ. അപ്പോൾ എല്ലാ സംഗതികളും ഇവിടെ കാണാം. ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 മെമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സൈഡാണ് റൈറ്റ് സൈഡ്. അപ്പോൾ അദ്ദേഹത്തിന് 31 ആളുണ്ട് അവിടെ, 31 ആൾ ഉണ്ടാവും. ഇനി അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ 400 BV വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ലെഫ്റ്റിൽ. അതുപോലെ റൈറ്റിൽ BV 2000 വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഇനി ഇദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് വരണമെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യണം, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ID ഇദ്ദേഹം തിരഞ്ഞെടുക്കണം കേട്ടോ. പ്രിവിലേജ് ID എന്ന് പറയും. പ്രിവിലേജ് ID ഇദ്ദേഹം സെലക്ട് ചെയ്യണം. പ്രിവിലേജ് ID സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ വാലറ്റിലേക്ക് ക്യാഷ് വരില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഷിക്കിൻ്റെ ഉണ്ടോ ആക്റ്റീവ് ഇൻകം വാലറ്റ്, ഇതിലേക്ക് 1 രൂപയും വന്നിട്ടില്ല. അതിന് വരാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ 3 സൈറ്റ് ആഷിക്ക് എടുത്തിട്ടുണ്ട്. ഈ സൈറ്റ് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം പ്രിവിലേജ് ID ആക്ടിവേഷൻ ചെയ്യണം. അതായത് പ്രിവിലേജ് ID ക്ലിക്ക് ചെയ്ത് അദ്ദേഹം പാൻ കാർഡ് അവിടെ കൊടുക്കണം. അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡ് 400 BV, റൈറ്റ് സൈഡിൽ 2000 BV വന്നിട്ടുണ്ട് ഉണ്ടോ. ക്യാഷാണ് BV എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സൈഡിൽ 2000 BV വന്നിട്ടുണ്ട്, ഒരു സൈഡിൽ 400. അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര ഇപ്പോൾ കിട്ടുക, 400 കിട്ടുള്ളൂ ഉണ്ടോ. ഇനി ഇദ്ദേഹത്തിന് റൈറ്റ് സൈഡിൽ ഡിജിറ്റൽ BV 1000 വന്ന് കിടക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1000 ഡിജിറ്റൽ BV വരുമ്പം ഇദ്ദേഹത്തിന് 1000 രൂപയും കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആളുകൾ വരുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഈ 2000-ൽ 400 കഴിച്ച് ബാക്കി വരുന്ന 1600 രൂപ എടുക്കാനും കഴിയും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്തായിരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കമ്പനിൻ്റെ പിന്നെ ഷോർട്ട് കട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സൈറ്റ് കയറുമെന്നും അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് നിങ്ങൾ താഴോട്ട് ആക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മൊബൈലിൻ്റെ വലത് ഭാഗത്ത് കണ്ടോ, ഈ മൊബൈലിൻ്റെ വലത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു മഞ്ഞ കണ്ടോ, ഒരു മഞ്ഞ ഉണ്ടോ, മഞ്ഞ ഓറഞ്ച് കളറിൽ 3 വര കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങൾ കാണും കണ്ടോ, കുറേ കാര്യങ്ങൾ കാണും ഇൻ്റർഫേസിൽ. അവിടെ കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ കാണാം ഹോം, അവിടെ ഡാഷ്ബോർഡ്, പേ ഔട്ട് ഡീറ്റെയിൽസ് ആൻഡ് വിഡ്രോവൽ, അതുപോലെ അനൗൺസ്മെൻറ്റ്, മൈ ഓൺ അക്കൗണ്ട്സ്, ആക്റ്റീവ് പ്രിവിലേജ് ID. അതാ ഇതാ ഞാൻ പറഞ്ഞത്, ഒരാൾ ഇദ്ദേഹത്തിൻ്റെ സൈറ്റ് പ്രിവിലേജ് ID ഇയാൾ എന്ത് ചെയ്യണം, ആക്റ്റീവ് പ്രിവിലേജ് ID എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം കണ്ടോ. ഇനി ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇദ്ദേഹം ഇവിടെ പാൻ കാർഡ് കൊടുക്കണം. അപ്പോൾ പാൻ കാർഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പം എന്ത് വരാത്തത്, ആ ആക്റ്റീവ് ഇൻകം വാലറ്റിൽ ക്യാഷ് വരാത്തത്. ഓക്കെ താങ്ക്സ്.